അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടോട്ട് കയറിയപ്പോഴത്തേക്ക് മഴ പെയ്യും. നല്ല മഴ. ഇത് അമ്മ പൊളിച്ച് വെച്ചിരുന്നതാ. തേങ്ങ തോടോടുകൂടി ഇരുന്ന തേങ്ങയാട്ടെ. ഈ തേങ്ങയ്ക്കൊക്കെ പുത്തൻ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാമേ. അമ്മ പാലാച്ചമ്മന്തി അരച്ചത്. ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. കറി എന്തെങ്കിലും ഉണ്ടാക്കാം. ചപ്പാത്തി പിന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ചോറ് ഇരിക്കുന്നുണ്ട്, ചമ്മന്തി ഉണ്ട്, മീൻ മറക്കണം. അതിനൊരു പണി കേട്ടോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നല്ല മഴയാണ്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ചോരുന്നു. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് പ്രിയങ്ങളെ മോനിക്കുട്ടൻ കാപ്പി ഇട്ടു. അപ്പൊ എനിക്ക് മഴ പെയ്യുന്നു. കാപ്പിയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പ വറുത്തെടുത്തോണ്ട് വന്ന് ഞാൻ പറഞ്ഞില്ലേ, തേങ്ങയൊക്കെ ചേർത്ത് പൊടിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. എന്നിട്ട് ഇത്രേ ഉള്ളൂ. ബാക്കി അവര് ഇന്നലെ ജാനിക്കുട്ടിയും കുഞ്ഞോനൊക്കെ വന്നായിരുന്നല്ലോ. കുഞ്ഞോ കഴിച്ചൊന്നുമില്ല. മോനിക്കുട്ടൻ അന്നേരം എടുത്തോണ്ട് വെച്ച് കുറിക്കുന്ന കണ്ട് നമുക്കപ്പോൾ ഇത് പൊടിച്ച് കാപ്പിയുടെ കൂടെ കഴിച്ചു. എങ്ങനെയുണ്ട്? ഇങ്ങനെ കഴിച്ചിട്ടുള്ളവര്, അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കമന്റ് ഇടാൻ മറക്കരുത്. അതെ, തേങ്ങയും നമ്മുടെ ഉപ്പേരിക്കപ്പയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് പൊടിക്കാൻ പോവാണേ. പൊടിച്ചിട്ട് നമുക്ക് ശർക്കരയും കൂടെ ചേർക്കാം. ഏലക്കയൊക്കെ ചേർക്കുന്നവരുണ്ടായിരിക്കും, എനിക്ക് പക്ഷേ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമുക്കത് ഒന്ന് പൊടിക്കാം, എന്നിട്ട് ശർക്കര ചേർക്കാമേ. പൊടിഞ്ഞു വരുമ്പോൾ ഒരു മണം ഉണ്ട് കേട്ടോ, പണ്ടത്തെ ഒരു മണം. ശർക്കരക്കള്ളം വന്നു, ശർക്കരക്കള്ളൻ. ശർക്കരയും ചേർത്ത് ഇതൊന്നുകൂടെ നമുക്കൊന്ന് കറക്കിയെടുക്കാം. തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് മാവുണ്ട പോലൊക്കെ ആക്കി കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോരി അങ്ങോട്ട് കഴിക്കാം. എനിക്കിപ്പം മാവുണ്ട പോലെ ഒന്നും ആക്കണമെന്നില്ല, ചുമ്മാ കോരി കഴിച്ചുകൊണ്ടിരിക്കാൻ ചായയുടെ കൂടെ അല്ലേ, അതാണ് എനിക്ക് നല്ലത്. സൂപ്പർ ടേസ്റ്റാണ് പ്രിയങ്ങളെ. നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ.
ഈ ഉപ്പേരിക്കപ്പയും തേങ്ങയും ശർക്കരയും കൂടെ പൊടിച്ചങ്ങോട്ട് കഴിച്ച് നോക്ക്. മഴ പെയ്ത് തോർന്ന് ഇങ്ങനെ നിൽക്കും. അതോ അവിടെ കുറേ നേരമായി പടക്കം പൊട്ടിക്കുന്നു കേട്ടോ. ഇലക്ഷൻ ജയിച്ചതിൻ്റെ എല്ലാം ആണോ അതോ ഇനി വേറെ വല്ലതും ഒന്നും എനിക്കറിഞ്ഞില്ല. ചെറുതായിട്ട് കാണാം കേട്ടോ, നല്ല രസമുണ്ട്. ഇലക്ഷൻ്റെ ആവാനാണ് സാധ്യത. കുറച്ച് തുണിയൊക്കെ കഴുകിയേ, അപ്പോൾ മടക്കാനുള്ള തുണികളും ഉണ്ട്. കുറച്ചൊക്കെ മടക്കി വെച്ചു. പിന്നെ കുറച്ച് നേരം വീഡിയോ ഒക്കെ നോക്കി. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലത്തെ ലോങ് വീഡിയോ ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. ഈ ഞാൻ പറഞ്ഞില്ലേ, കണ്ണിൻ്റെ ആ പ്രശ്നം ഉള്ളത് കൊണ്ട് കുറെ നേരം ഫോണിനകത്ത് നോക്കിയിരിക്കാൻ ഒരു പ്രയാസമുണ്ട്. കണ്ണിന്റെ വയ്യാഴിയും കൊണ്ട് ഞാൻ ഇന്ന് ഇരുന്നപ്പോൾ മുത്ത് വിളിച്ചു. അവന് ഇടയ്ക്ക് നമ്മൾ ഈ ലെൻസ് കാർട്ടിൽ പോയി അവന്റെ ഗ്ലാസ് ഒക്കെ മാറി വാങ്ങിക്കുകയൊക്കെ ചെയ്തായിരുന്നു, കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തേ. അപ്പൊ അവരിങ്ങനെ എന്തോ ഒരു പ്രശ്നം കണ്ണിന്റെ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്തുണ്ടെന്ന് പറഞ്ഞു. അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇത് പോയില്ല. ഇനിയിപ്പോ എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ എന്തോ കണ്ണിൽ എന്തോ ഒരു മിന്നൽ വരത്തില്ല എന്നുപോലൊക്കെ തോന്നുന്നു. 2-3 തവണ കണ്ണ് അടച്ചു കഴിഞ്ഞപ്പോഴേ അത് ക്ലിയർ ആയത്. എനിക്ക് അറിഞ്ഞുകൂടാനെന്ന് പറഞ്ഞു. വരുമ്പോ ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ. ഇനി ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞിട്ട് എന്റെ പ്രിയങ്ങൾക്കൊക്കെ സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ എന്ന് വെച്ചാൽ ഏത് പാർട്ടി ജയിച്ചു എന്നുള്ളതിനകത്തല്ല, നിങ്ങൾ വോട്ട് ചെയ്തത് രാഷ്ട്രീയം നോക്കിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വോട്ട് ചെയ്തത് വ്യക്തികളെ നോക്കിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ പരാജയപ്പെട്ടവരുണ്ട്. നല്ല നമുക്ക് പൊതുസമൂഹത്തിന് നന്മ ചെയ്യണം എന്ന ആഗ്രഹമുള്ള വ്യക്തികൾ, നിങ്ങൾ വോട്ട് ചെയ്തവരിൽ ആരെങ്കിലും തോറ്റുപോയിട്ടുണ്ടോ, നിങ്ങൾക്കതിൽ വിഷമമുണ്ടോ? പിന്നെ അതല്ല, ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും ഇല്ലാതെ തന്നെ എന്നാൽ നല്ല വ്യക്തിത്വമുള്ള ചിലരുണ്ടാവുമല്ലോ, അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്തവർ ജയിച്ചോ, ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് വ്യക്തികളോടാണ്. വ്യക്തികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെന്നുണ്ടെങ്കിലും നന്മ ചെയ്യാൻ മനസ്സുള്ളവർ, അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവർ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. അതിനകത്ത് പാർട്ടി ഒരു വിഷയമേ അല്ല. നമ്മൾ വോട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ നാടിന്റെ നന്മയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാൻ, നമുക്ക് ഓടിച്ചെന്ന് പറയാൻ പറ്റുന്ന ഒരു അധികാരി നമുക്ക് ഉണ്ടാവണം എന്ന് കരുതിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ സംതൃപ്തരാണോ? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ. കറണ്ട് പോയി. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇലക്ഷനിൽ നിങ്ങൾ ആ ഒരു ആഗ്രഹിച്ച വിജയം നടന്നോ എന്നുള്ളത് കമന്റ് ചെയ്തു കേട്ടോ. ഇവിടെ പടക്കം പൊട്ടിക്കലായിരുന്നു. അവിടെ കാണണ്ട്, അവിടെ ഇവിടെ നിന്ന് കാണാൻ കുറച്ച് എവിടാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കാണത്തില്ല, നല്ല ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. ഇലക്ഷൻ ജയിച്ചില്ലേ? ഇലക്ഷന്റെ റിസൾട്ട് അറിഞ്ഞ ദിവസമല്ലേ ഇന്ന്? ആരാ ജയിച്ചതെന്ന് ചോദിച്ചാൽ, ചിലയിടത്തൊക്കെ കോൺഗ്രസ് പാർട്ടി ജയിച്ചു, ചിലയിടത്ത് കമ്മ്യൂണിസ്റ്റ് ജയിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നിടത്ത് BJP ജയിച്ചു. BJPക്ക് 3 സീറ്റ്. നമ്മുടെ അവിടെ ഇവിടെ കോൺഗ്രസ്, BJP, കോൺഗ്രസ്, UDF. എന്റെ ആവശ്യത്തിന് എടുത്തോണ്ട് പോകും. കഴിച്ചിട്ട് വരാൻ ടാറ്റാ.
ചോറ് വിളമ്പി. ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ചോറ് ഇത്രയും കഴിക്കാൻ പറ്റത്തില്ല. മോരൊഴിച്ചു. മാങ്ങാ ചമ്മന്തി അമ്മ അരച്ചു തന്നെ കേട്ടോ. പിന്നെ മാന്തൾ വറുത്തത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം എന്നും പറയുന്ന പോലെ ആരും വീഡിയോ കമൻ്റ് ഇടാനും ഷെയർ ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.